ഡൽഹിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബോംബ് ഭീഷണി. ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം എത്തിയത്. പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിന് നേരെയും ബോംബ് ഭീഷണി ഉണ്ടായി. സജു തോമസ് വിവരങ്ങളുമായി ചേരുന്നു. സജു, ഇന്നലെയും ഇത്തരത്തിലുള്ള വ്യാജ ഇമെയിൽ ബോംബ് ഭീഷണികൾ ഉണ്ടായിരുന്നല്ലോ. അതിന് സമാനമായി തന്നെയാണ് ഇന്നിപ്പോൾ പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിലും അതോടൊപ്പം തന്നെ ഡൽഹിയിലെ രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഭീഷണി സന്ദേശം എത്തിയിരിക്കുന്നത്. എന്തായാലും ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം എത്തിയതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണം തുടരുകയാണ്. ഡൽഹിയിലെ സെന്റ് സ്റ്റീഫൻസ് കോളേജിലും അതോടൊപ്പം തന്നെ ദ്വാരകയിലെ സെന്റ് തോമസ് സ്കൂളിലുമാണ് ഈ ഭീഷണി സന്ദേശം ലഭിച്ചിരിക്കുന്നത്. ഇവിടേക്കും ബോംബ് സ്ക്വാഡ് എത്തി പരിശോധന എപ്പോഴും പുരോഗമിച്ചിരിക്കുകയാണ്. രാവിലെ ആയിരുന്നു ഇത്തരത്തിൽ പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിലും സമാനമായ തന്നെ ഒരു ബോംബ് ഭീഷണി സന്ദേശം എത്തിയത്. അതുമായി ബന്ധപ്പെട്ടൊക്കെയും ആൾക്കാരെയൊക്കെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് അവിടെയൊക്കെയും പരിശോധന നടത്തി ഒന്നും കണ്ടെത്താനായാലും സമാനമായി തന്നെയാണ് ഡൽഹിയിൽ. അതായത് ഡൽഹിയിൽ സ്വാഭാവികമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മോളുകൾക്കുമെതിരെ ഇത്തരത്തിലുള്ള ഈ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ സ്വാഭാവികമായിട്ടും ദിവസം വരെ നമ്മൾ കേൾക്കുന്നതാണ്. അതിന് സമാനമായി തന്നെയാണ് പുതിയ ഭീഷണി എന്നാണ് പോലീസ്. സജു, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണി ഉണ്ടാവുന്നുണ്ട്. ഈ ബോംബ് ഭീഷണി സന്ദേശം ലഭിക്കുന്ന സ്ഥാപനങ്ങൾക്ക് എന്തെങ്കിലും സ്ഥിരം പാറ്റേൺ ഉണ്ടോ? എന്തെങ്കിലും പ്രത്യേക സ്വഭാവമുണ്ടോ? അജംസ്, അതായത് സ്കൂളുകൾക്ക് അതുപോലെ തന്നെ ഏറ്റവും അധികം ആൾക്കാർ ഒത്തുചേരുന്ന സ്ഥലങ്ങളിലാണ് ഇതുപോലുള്ള ഭീഷണി സന്ദേശം എത്തുന്നത്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 2 മാസത്തിനിടെ ഡൽഹിയിലെ സ്കൂളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ബോംബ് ഭീഷണി സന്ദേശം എത്തിയത്. പ്രത്യേകിച്ച് സ്കൂളുകളിൽ അതായത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചയായിരുന്നു CRPO സ്കൂളിന് ഇതുപോലെ ബോംബ് ഭീഷണി സന്ദേശം എത്തിയത്. നമുക്കറിയാം, കഴിഞ്ഞ 4 മാസം മുൻപാണ് ഒരു CRPO സ്കൂളിന്റെ മുൻപിൽ ഇത്തരത്തിലുള്ള ഒരു സ്ഫോടനം ഉണ്ടായത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വളരെയധികമുള്ള നിർണായകമായിട്ടുള്ള ചില യോഗങ്ങളൊക്കെയും ശരി, ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. സജു,